എനിക്ക് സൗകര്യമുള്ളതാണ് ഞാൻ പറയുന്നത്. അതങ്ങനെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാൽ അത് പറയേണ്ടത് അവിടെ ഉള്ള തസ്തികയേക്കാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സാങ്ഷൻ വേണം. എന്റെ ഈശ്വര, ഇന്നിവിടെ എന്തെങ്കിലും ഒന്ന് നടക്കും. അതിനാണ് നിവേദനം കൊടുത്തത്. അത് വിമർശിക്കാൻ നമുക്ക് വേറെ വികസന വേദി ഉണ്ടാക്കാം. ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം, ഇവിടെ അതിന്റെ കാര്യം പറഞ്ഞു പോകും. എന്റെ ദൈവമേ, പാലായിരം ഉണ്ടോ ഇതുപോലെ പാഷാണത്തിലെ കൃമികൾ? കേട്ടോ, എല്ലായിടത്തും വർത്താനം പറയുന്നത് ഇവിടെ വേദി ഉണ്ടാക്കാം. പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാ. ഞാൻ പിന്നെയും പറയുന്നു, അധികം അങ്ങോട്ട് കേറണ്ട. ഗവൺമെന്റ് ആശുപത്രി 2 ഡോക്ടർമാരെ കിട്ടിയാൽ കൊള്ളാന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ. അത് തന്നോടുള്ളത് വേറെ ആരോടാ പറയുന്നത്? ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അത് പഞ്ചായത്തിന്റെ കീഴിലുള്ള അത് വേണം ചെയ്യാൻ. വേദി ഇതല്ലല്ലോ, അത് പറയാനുള്ള വേദി ഇതല്ലല്ലോ. വാട്ട് എ ന്യൂസൻസ്. എന്താണോ ചന്തയാണോ? ഒരു ചന്ത ഇവിടെ ഉള്ളപ്പോ വേറൊരു ചന്ത എന്തിനാണ്? ഇത് ആശുപത്രി ഉദ്ഘാടനം ഇങ്ങനെ പാലിയേറ്റീവിന്റെ കാര്യം പറയാനോ? ഇതെന്റെ ഒരു വീക്ക്നെസ്. ഇതില്ലെങ്കിൽ പാലാ പോലോസില്ല. അത് പറയാനുള്ള കാര്യങ്ങൾ ലൈസൻസ് ഇല്ലെങ്കിൽ പിന്നെ വർത്താനം പറയുന്നു. എംഎൽഎയോട് നിവേദനം നടത്താൻ ഇതുപോലെ അവസരങ്ങളെ കിട്ടുള്ളൂ, കൈ കിട്ടണ്ടേ? അതുകൊണ്ടാണ് തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവാ ഇന്ന് ഇറങ്ങിക്കോണം ഈ അങ്കത്തട്ടിന്ന്.